നമസ്കാരം. 1980-ലാണ് BJP രാജ്യത്തുണ്ടാവുന്നത്. അതിനു മുമ്പ് ജനസംഘമുണ്ടായിരുന്നു. ജനസംഘം ജനതാ പാർട്ടിയിൽ ലയിച്ചു. വീണ്ടും അവരതിൽ നിന്നൊക്കെ മാറി സ്വതന്ത്രമായി ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാക്കുന്നത് 80-ലാണ്. ശരിക്കും ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാക്കിയതിന് ശേഷം 2 സീറ്റാണ് അവർക്ക് ആദ്യമായി ലോകസഭയിലുണ്ടായിരുന്നത്. അന്ന് വാജ്പേയിയെ എല്ലാവരും കളിയാക്കിയിരുന്നു. അന്ന് വാജ്പേയി ചെയ്തിട്ടുള്ള ഒരു വലിയ പ്രസംഗം ആർക്കൈവിൽ കിടപ്പുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഈ 2 സീറ്റ് കൊണ്ട് 2 ദശകങ്ങളിൽ കൂടുതൽ ഭാരതത്തിൽ ഭരിക്കാൻ ഞങ്ങൾക്ക് കഴിയും. എല്ലാവരും ഭരണപക്ഷ ഡെസ്കുകളിൽ നിന്ന് പരിഹാസമാണ് വന്നത്. പക്ഷേ ഇടുത്തി പോലെ വാജ്പേയിയുടെ വാക്കുകൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ പ്രയോഗത്തിലായി. കഴിഞ്ഞ 2 ടേമിലായി. ഇപ്പം 3ാമത്തെ ടേമിലേക്ക് നരേന്ദ്രമോദി അധികാരത്തിലിരിക്കുകയാണ്. 12ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. 2 സീറ്റിൽ നിന്ന് അവർ വലിയ ഭൂരിപക്ഷത്തിലേക്ക് BJP പോയി. സാധാരണ ഒരു ഗുജറാത്ത് പോലുള്ള ഒരു സംസ്ഥാനത്തിലെ ഇന്ത്യയിലെ 10-30 സംസ്ഥാനങ്ങളിൽ പെടുന്ന ഒരു സാധാരണ സംസ്ഥാനമായ ഗുജറാത്തിലെ ഒരു സാധാരണ മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി പിന്നെ കണ്ടത് ഭാരതത്തിൻ്റെ വലിയ ഒരു നായകനായി ഉയരുന്നതാണ്. മോദി എഫക്റ്റാണ് പിന്നെ ഇന്ത്യയിലുണ്ടായത്. മോദി എഫക്റ്റ് തന്നെയാണ് രാജ്യത്തെ പിടിച്ചു കുലുക്കിയത്. ലോകത്ത് വലിയ സംഭവമുണ്ടായതും മോദിയുടെ ആ ഒരു പ്രകടനം തന്നെയാണ്. മോദി പ്രകടനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, മോദി ഒരു കഴിവുള്ള ആളിനെ, അത് IAS ആയാലും IPS ആയാലും IFS ആയാലും ഇനി സാധാരണ പ്രവർത്തകനായാലും കഴിവുള്ള ഒരാളിനെ കണ്ടെത്തിയാൽ അതിൻ്റെ ടീം സെറ്റ് ചെയ്യും എന്നുള്ളൊരു ഗുണമുണ്ട്. അശ്വിനി വൈഷ്ണവിനെ പോലെയുള്ള അല്ലെങ്കിൽ ഒത്തിരി ആളുകളെ, എതിരാളിയാണെങ്കിൽ പോലും, എതിരഭിപ്രായം പറയുന്ന ഒരാളാണെങ്കിൽ പോലും ഉൾക്കൊള്ളുന്ന വലിയൊരു ടീം വർക്ക് ഉണ്ടാക്കി ഒരു വലിയ കുറേ പ്രോജക്റ്റുകൾ രാജ്യത്ത് നടപ്പിലാക്കി. ഞാനിത് പറഞ്ഞത് മോദിയെ സ്തുതിക്കാനോ BJPയുടെ കഥ പറയാനോ അല്ല. ഈ കാലഘട്ടത്തിൽ കേരളത്തിലും BJP ഉണ്ടായിരുന്നു. പക്ഷെ BJP തെരഞ്ഞെടുപ്പിന് മത്സരിക്കുകയും ചെയ്യുമായിരുന്നു. ആര് മൈൻഡ് ചെയ്യാൻ? പ്രധാനമായി മൈൻഡ് ചെയ്തിരുന്നത് BJP RSS പ്രവർത്തകർ മാത്രം. കുറച്ച് ഇറങ്ങും, വല്ലപ്പോഴും ആരെങ്കിലുമൊക്കെ നോട്ടീസ് കൊണ്ടുതരും. 1000 വീട്ടിൽ 5 വീട്ടിൽ നോട്ടീസ് കൊണ്ട് കൊടുക്കും. എവിടെയെങ്കിലുമൊക്കെ ഒരു ചുവരെഴുതിയിരിക്കും. അതിനപ്പുറം ഒരു ചടങ്ങ് പോലെ, വഴിപാട് പോലെ BJP മത്സരിക്കുന്ന കാലമായിരുന്നു. 4% BJPക്ക് കിട്ടിക്കൊണ്ടിരുന്ന വോട്ട്. അതിൽ കടുകട്ടി ഹിന്ദുക്കളായിട്ടുള്ളവർ, മുന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന ഹിന്ദുക്കളായിട്ടുള്ളവർ, പ്രത്യേകിച്ച് ബ്രാഹ്മിൺസ്, നായേഴ്സ് വരെ ഉള്ളൂ. അതിന് താഴോട്ടാരുമില്ല, വോട്ട് ചെയ്യാറില്ല. അങ്ങനെയുള്ളൊരു 4% വോട്ട് മാത്രം കിട്ടിക്കൊണ്ടിരുന്നൊരു പാർട്ടി മോദി രാജ്യത്ത് തിളങ്ങുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ മോഡിയുടെ പ്രഭാവം വലുതാകുന്നതനുസരിച്ച് കേരളത്തിലും കഥ മാറുന്നു. 4% എന്നുള്ളത് 19% അവർ വളരുന്നു. 4 12 ആവുന്നു, 12 14 ആവുന്നു, 14 19 ആവുന്നു, 19% അവർ വളരുന്നു. നേമത്ത് സീറ്റ് പിടിക്കാൻ അവർക്ക് കഴിയുന്നു. സുരേഷ് ഗോപിയെ പോലുള്ള ഒരാളിനെ ജയിപ്പിച്ചെടുക്കാൻ കഴിയുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കാൻ കഴിയുന്നു. നിരവധി പഞ്ചായത്തുകൾ ഭരിക്കാൻ കഴിയുന്നു. മുനിസിപ്പാലിറ്റികൾ ഭരിക്കാൻ കഴിയുന്നു. ഇന്ന് കേരളത്തിലെ 140 മണ്ഡലമെടുത്താലും അവിടെയെല്ലാം ഒരു പ്രകടനം നടത്തണം, ഒരു റോഡ് ഷോ നടത്തണമെന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ പ്രശ്നമില്ല. ആയിരക്കണക്കിന് ആളുകളെ കിട്ടും. അതിൽ യുവാക്കളുണ്ട്, യുവതികളുണ്ട്, പിന്നെ പ്രായമായവരുണ്ട്, സീനിയർ സിറ്റിസൺസ് ഉണ്ട്. എല്ലാ വിഭാഗം ആളുകളെയും കിട്ടും. അതുപോലെ തന്നെ അവർക്ക് ന്യൂനപക്ഷ മോർച്ച, OBC മോർച്ച, കർഷക മോർച്ച, യുവമോർച്ച, പിന്നെ വിദ്യാർത്ഥി മോർച്ച എന്നൊക്കെ പറഞ്ഞ് ABVP എന്നൊക്കെ പറഞ്ഞ് വലിയ സംവിധാനം ഉണ്ടാക്കാൻ പറ്റി കേരളത്തിൽ. ആരുടെ വോട്ടാണ് കേരളത്തിൽ BJP കൊണ്ടുപോയത്? ഇതിനിടയിൽ അവർക്ക് ഭാരതീയ ധർമ്മ ജനാധിപത്യ സംഘം എന്നൊക്കെ പറഞ്ഞ് BDJS ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. അത് ചെറിയ കാര്യമല്ല. തുഷാർ വെള്ളാപ്പള്ളിയെ പോലെ ഒരാളിനെ അടുത്ത് നിർത്താൻ കഴിഞ്ഞത് ഈഴവ വോട്ടുകൾ വലിയ തോതിൽ കൃത്യമായി BJPക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. നായർ വോട്ടുകൾ അതുപോലെ കൊണ്ടുവരാൻ കഴിഞ്ഞു. നായർ വോട്ടുകളും ഈഴവ വോട്ടുകളും BJPയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാനീ പറഞ്ഞ 4% നിന്ന് മാറി 14%-ത്തിലേക്ക് പോയി
അത് 19% പോയി, വീണ്ടും ഒരു 14% ഇറങ്ങി. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഒന്ന് ഇറങ്ങി. അതിന് മുമ്പുള്ള അസംബ്ലിയിൽ വന്ന പാർലമെന്റിൽ വന്നിട്ടുള്ള 19% നേടാൻ ഇപ്പോൾ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് 20%, 25% ആക്കാൻ കഴിഞ്ഞാൽ പല സീറ്റുകളും BJP പിടിക്കും. അപ്പോൾ നായരുടെയും ഈഴവരുടെയും മറ്റോട്ടുകളുണ്ട്. പക്ഷെ നായരുടെയും ഈഴവരുടെയും വോട്ടുകൾ വലിയ തോതിൽ BJP പിടിക്കുന്നുണ്ട്. ഇനി മറ്റൊരു രാഷ്ട്രീയം കേരളത്തിൽ നടക്കുന്നുണ്ട്. നായർ വോട്ടുകൾ കൂടുതലും പോയിക്കൊണ്ടിരുന്നത് UDF-നാണ്. ഈഴവ വോട്ടുകൾ പോകുന്നത് LDF-നാണ്. ഇന്നിപ്പോൾ BJP പിടിക്കാൻ പോകുന്ന അധിക ഈഴവ വോട്ടുകൾ അപകടമുണ്ടാക്കുന്നത് CPM-നായിരിക്കും. അധിക നായർ വോട്ട് പിടിച്ചാൽ അപകടമുണ്ടാക്കുന്നത് UDF-നായിരിക്കും. ഇതിനിടയിൽ വേറൊരു സമവാക്യവും നടന്നു കേരളത്തിൽ. കുറേ നായർ വോട്ട് LDF-ന് പോവുകയും ചെയ്തു. അപ്പോൾ നായർ വോട്ട് ഇപ്പോൾ ഒരു ഓസിലേറ്റിംഗ് വോട്ടാണ്. അത് UDF-ന് പോകും, LDF-ന് പോകും. അതിലെത്ര കണ്ട് BJP പിടിക്കും എന്നതിനനുസരിച്ചാണ് BJP-യുടെ ഒരു ഭാഗം വരുന്നത്. ഈഴവ വോട്ട് വളരെ കൃത്യമായി ശതമാനം കൂട്ടി തന്നെയാണ് വരുന്നത്. വലിയ ശതമാനത്തിലേക്ക് വരികയാണ് അവർ. 10-24% ഈഴവ വോട്ട് അവർ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഈഴവ വോട്ട് പോകുന്നത് പക്ഷേ CPM-ൻ്റെ വോട്ടാണ് നഷ്ടപ്പെടുന്നത്. ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തു കൊള്ളുന്ന പുതിയൊരു രാഷ്ട്രീയ ജാതി മത സമവാക്യമാണ് കേരളത്തിൽ വരുന്നത്. മുസ്ലിം വോട്ട് UDF-ൽ കൺസോൾട്ടേറ്റ് ചെയ്യപ്പെടുകയാണ്. ക്രിസ്ത്യൻ വോട്ട് UDF-ൽ കൺസോൾട്ടേറ്റ് ചെയ്യപ്പെടുകയാണ്. കുറച്ച് വോട്ട് LDF-ന് കിട്ടും, അതിനേക്കാൾ കുറച്ച് വോട്ട് BJP-ക്കും കിട്ടും. BJP-ക്ക് ഒട്ടും കിട്ടാതിരിക്കത്തില്ല. ഇപ്പം അനൂപ് ആൻ്റണി ഉണ്ട്, കുറേ ക്രിസ്ത്യാനികൾ ആ ഭാഗത്ത് എന്തായാലും വോട്ട് ചെയ്യും. ഷോൺ ജോർജ് ഉണ്ട്, PC ജോർജ് ഉണ്ട്, ജോർജ് കുര്യനുണ്ട്. അപ്പോൾ ഒരുപാട് ക്രിസ്ത്യാനികൾ മത്സരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ക്രിസ്ത്യാനികളുടെ കുറേ വോട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. ഒരു തർക്കമില്ല അതിനകത്ത്. അവരുടെ ബന്ധുമിത്രാദികളും അവരുടെ സുഹൃത്തുക്കളും അവരുടെ ഫിൻസ് ആൻഡ് ഫാൻസി അങ്ങനെ എല്ലാവരും കുറേ അധികം ആളുകൾ വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് വോട്ട് കിട്ടും. മുസ്ലിം വോട്ട് എന്തായാലും കിട്ടാൻ സാധ്യതയില്ല. പക്ഷെ നായർ ഈഴവ വോട്ടുകളിലാണ് ഈ കളികളെല്ലാം നടക്കുന്നത്. ഈ കളികൾ ഞാൻ പറഞ്ഞ 4% നിന്ന് തുടങ്ങി 20%, 19% വന്ന് അതൊരു 20% നീങ്ങുന്നത് നരേന്ദ്രമോദിയുടെ ഒരു എഫക്റ്റിന് ശേഷമാണ്. കേരളത്തിലും ഇതൊക്കെ നടക്കും എന്നൊരു തോന്നൽ വന്നിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം മറ്റൊരു തരത്തിലുള്ള ഒരു ഹൈപ്പ് കൂടി വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടി വന്നാൽ BJP തളരുന്ന പാർട്ടിയാണെന്ന് പറയാൻ കഴിയില്ല. തീർച്ചയായും ക്രമാനുഗതമായി ഓരോ തെരഞ്ഞെടുപ്പിലും വളരുകയാണ്. അത് 1%, 2% അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി കുറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അതിനകത്ത് വിഷയമില്ല. വളരെ കൃത്യമായി വോട്ടിംഗ് പാറ്റേൺ മാറിക്കൊണ്ടിരിക്കുന്നു. അതിൽ ഹിന്ദു സമുദായത്തിനകത്ത്, പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞ 2 കമ്മ്യൂണിറ്റിക്കകത്തും, ഈഴവ നായർ കമ്മ്യൂണിറ്റിക്കകത്ത് വലിയ സ്പ്ലിറ്റാണ്, വലിയ വിള്ളലുണ്ടാക്കാൻ BJP-ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് OBC-യിലും SC/ST വിഭാഗത്തിലും ഒരു വലിയ വിള്ളലല്ലെങ്കിലും ചെറിയ വിള്ളലുണ്ടാക്കാൻ BJP കഴിഞ്ഞിട്ടുണ്ട്. അതും BJP-യെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി കൺസോൾട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ചായിരിക്കും BJP-യുടെ ഇപ്രാവശ്യത്തെ സീറ്റും വോട്ടും നിർണ്ണയിക്കപ്പെടുന്നത്.